ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോവാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഷോപ്പിങ് കാര്യങ്ങൾ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ട്രിച്ചിക്ക് പോവാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം ഇപ്പോൾ 4 മാസം കൂടുമ്പോൾ നമ്മൾ ഐനൂസിൻ്റെയും മല്ലൂസിൻ്റെയും കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അവർക്കതൊരു ചെക്കപ്പ് ആട്ടോ. അതായത് ഐനൂസിൻ്റെ സ്കിൻ്റെ കൺട്രോളിലാണോ അല്ലെങ്കിൽ പവർ കൂടുന്നുണ്ടോ. പവർ ഓൾറെഡി നമുക്ക് കൂടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15-20 വയസ്സ് വരെ അതെന്തായാലും പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം പിള്ളേരെ ഞങ്ങൾ താഴത്തേക്ക് എടുത്ത് വന്നപ്പോൾ ആ സമയത്താണ് അവർ എണീറ്റത്. അപ്പോൾ തന്നെ പാല് കൊടുത്തപ്പോൾ 2 പേര് അപ്പിയൊക്കെ ഇട്ടിട്ട് അപ്പിയൊക്കെ മാറ്റിച്ചു. പിന്നെ അവർ കുളിപ്പിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് കുളിപ്പിക്കാം. നമ്മൾ ഓൾറെഡി കാറിനല്ല പോണത്. അപ്പോൾ കാറിന് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തത്കലിന് ടിക്കറ്റ് നോക്കിയിരുന്നു, പക്ഷെ കിട്ടാത്തതുകൊണ്ടാണ് കാറിന് പോകാനുള്ളൊരു പ്ലാൻ ഇട്ടത്. അപ്പോൾ ഞാനും നീൽശനും പിള്ളേരും ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുണ്ട് കേട്ടോ, നമ്മുടെ ലീനമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു പോക്കിൻ്റെ വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. നമ്മുടെ ഇവാനിയുടെ പിറന്നാളാണ്. അതായത് നമ്മൾ പോണ നീൻ ചേച്ചിയും എൻ്റെ ചേച്ചിനെ അറിയാമെന്ന് വിചാരിക്കുന്ന പുണ്ണിയുടെ ആദ്യത്തെ പിറന്നാളാണ്. അപ്പോൾ അത് ആഘോഷിക്കുകയും കൂടിയും ചെയ്യാം നമുക്ക് ഈ ഒരു ടൈമിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ലഗേജ് ഒരു പെട്ടിയിൽ ഈ ഒരു നീലപ്പെട്ടിയിൽ എൻ്റെ നിഖിൽച്ചേട്ടൻ്റെ വീട്ടിലിടുന്നതും നല്ലതുമായ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ പെട്ടിയിൽ അവരുടെ എല്ലാ ഉണ്ണികളുടെ നല്ലതും വീട്ടിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു നീല ബാഗിൽ നമ്മൾ ഇന്നവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് നിഖിൽച്ചേട്ടൻ്റെ തോർത്തിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ തോർത്ത് കൊണ്ടുപോകും, അത് നിർബന്ധമാണ്. അപ്പം നമ്മുടെ പെട്ടി എടുത്ത് വെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോട്ടിലാക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ഇനി പോണ വഴിക്ക് ഇങ്ങനെ ഒരു കപ്പിട്ടിട്ടുണ്ടെങ്കിൽ മാറ്റണമല്ലോ. അയിനോ എന്നാ ചുമറ്റാറ്റ് വന്നേ, പോയിട്ട് വരാന്നോടാ. അച്ഛനൊരു ഉമ്മ തന്നെ ഇവിടെ അച്ഛനൊരു മറ്റേ ഉമ്മാന്ന് ഇത് വെച്ചു കൊടുക്കും. ശരി, നാളെ വരാന്ന് പറയും. ശരിട്ടാ ടാറ്റാ. നമുക്ക് ടാറ്റാ ബൈ. ഓ റെഡിയായാ? ഇല്ലടാ. റെഡിയായാ? അയിന് കണ്ടമ്മ കണ്ടു കേട്ടാ. അല്ലു അല്ലു ഓക്കെ. അല്ലുവിന്റെ പേരെന്താ? അങ്ങനെ അച്ചാച്ചനും അച്ഛമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ അഞ്ചും ചേട്ടനില്ല, ഇന്നലെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവരവിടെ സ്റ്റക്കായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ പോകണോണ്ട് അവർ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അവരുടെ ഡാൻസ് ക്ലാസ്സിന് എന്തായാലും പോകണോണ്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. അത് നമ്മൾ കയമ്പറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലീലമ്മ റെഡിയായി നിൽക്കണതാണ്. 4:30 എനിക്ക് കിടക്കുന്നൊക്കെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് ഉറക്കം വരാണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ മേമയും വിഷ്ണു ഇല്ല, അവന് ലീവ് കിട്ടാത്തതുകൊണ്ട്. അത് മാത്രമല്ല മേമരയുടെ വീടിൻ്റെ ചെറിയൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അവിടെ കുറച്ച് പൊളിക്കലും ഇതൊക്കെ ആയിട്ട്. അതുകൊണ്ട് മേമയും വിഷ്ണുവില്ല. അമ്മാമ്മനോട് വരാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിർബന്ധിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും നേരം കാറിലിരിക്കാനും ബുദ്ധിമുട്ടാണ്, ചുമയൊക്കെ കൊണ്ടാണ്. അമ്മാമ്മയും നൈസായിട്ട് വലിഞ്ഞു കേട്ടോ. ഞങ്ങളിതേ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം കാറിൽ ഇരുന്നിട്ട് നമ്മൾ പോകാൻ പോണത്. അതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുകയാണ്. നമ്മൾ കാറ് കിട്ടിയ പിന്നെ ആദ്യമായിട്ടാട്ടോ അത്ര വലിയൊരു യാത്ര പോണത്. അപ്പോൾ എന്തായാലും ഇന്ന് ഭയങ്കര ഒരു മഴക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മഴ പെയ്യുന്നും ഇല്ല, പക്ഷെ നല്ല കാലാവസ്ഥയാണ്. വെയിലും ഇല്ലാത്തതുകൊണ്ട് AC അധികം നേരം ഇടേണ്ടി വന്നില്ല. കുറച്ചിട്ടതിന് ശേഷം ഓഫ് ചെയ്തേക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. കാലാവസ്ഥ കൊള്ളാം. അപ്പം ഞങ്ങൾ ചായ ജസ്റ്റ് കാലത്ത് കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിവിടെ കുതിരാനെത്തിയപ്പോൾ വീടെടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഫസ്റ്റ് ടൈം അല്ല 2ാമത്തെ തവണയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. ഫസ്റ്റ് ടൈം പോയപ്പോൾ പഴനിയിൽ പോയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ടാണ് പോയത്. അപ്പം അമ്മ പറയായിരുന്നു സമ്മതിക്കണല്ലേ, ഇത് ഉണ്ടാക്കിയവർ സമ്മതിക്കണം, എന്ത് ഐഡിയ ഒക്കെയാണെന്നൊക്കെ പറയട്ടെ. അപ്പം ഞാൻ ഇതിൽ പാസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓക്കെയാണ്. ഞാൻ അത് മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരെങ്കിലും ഇതിൽ കൂടെ പാസ് ചെയ്യാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. നല്ല രസമാണ് കേട്ടോ. കുതിരാനെതിരായിട്ട് പോയിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയേക്കണം.
അപ്പോൾ അതേ പമ്പിൽ കയറിയിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഉറക്കത്തിലാണ്. കാരണം നേരത്തെ എണീറ്റു. ഞങ്ങൾ ആ സമയത്ത് എണീക്കുമെന്ന് വിചാരിച്ചതല്ല. എണീറ്റ് കാരണം ഭാഗ്യമായി, അല്ലെങ്കിൽ പിന്നെ കാറിൽ കെടുത്തിയൊക്കെ കൊണ്ടുവരേണ്ടി വന്നെ അമ്മേരെ എൻ്റെ വീട് എത്തണ വരെ. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും നന്നായി ഇപ്പോൾ കിടന്ന് ഉറങ്ങാണ്. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ടാഗ് ഒന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് വന്നിട്ട് അതും ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിനേക്കാൾ മുന്നേ തന്നെ സൈഡിലായിട്ട് കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു ഇതൊക്കെ ശരിയാക്കി തരുന്നത്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മളിതൊരു ഹോട്ടലിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചായക്ക് എനിക്ക് മസാല ദോശ വേണ്ട, എവിടെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ മസാല ദോശ കഴിക്കാം, എനിക്ക് എന്തെങ്കിലും നല്ല ഉണർവ് കിട്ടുന്ന എന്തെങ്കിലും വേണമെന്ന് പറയുന്നത്. വേറെ നല്ല എനിക്ക് പൊറോട്ടയും ബീഫും മതി എന്ന് പറഞ്ഞു. പിന്നെ ഹോട്ടൽ കണ്ടിട്ട് നല്ല ഹോട്ടലാണ്, പക്ഷെ അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കൊള്ളൂലാണ്ടാണോ ഹോട്ടലിൽ തിരക്കില്ലാത്തതെന്ന്. പക്ഷെ അങ്ങനെ അല്ലായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് കഴിച്ചു പോകുന്നുണ്ട്. പക്ഷെ നല്ല ഫുഡായിരുന്നു. നല്ല നല്ല നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ നല്ല സ്പൈസിയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. പൊറോട്ടയൊക്കെ ആണെങ്കിലും നൈസായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നിഖിൽ ചേട്ടൻ നമ്മുടെ അല്ലൂസിനെ വാരി കൊടുത്തോളും. അയനൂസിന് വാരി കൊടുക്കാൻ കുറച്ചുകൂടി പാടായതുകൊണ്ടാണ് അവനെ ഞാൻ തന്നെ എപ്പോഴും വാരി കൊടുക്കുന്നത്. നമ്മള് കുതിരാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അല്ലി 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 പേരെന്താ? പുറത്ത് പോകുമ്പോൾ, അതായത് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഫോൺ കൊടുക്കണ്ട. കാരണം ഒരുപാട് നേരം ഭക്ഷണമൊന്നും വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടാണ്. കുറേ നേരം ഹോട്ടൽ അന്വേഷിച്ച് കിടക്കണേ. പക്ഷേ സൈഡിലൊന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവിടെ കയറിയിട്ടുണ്ട്. ഫുഡ് പറഞ്ഞിട്ടില്ല, ഫുഡ് എന്താന്ന് നോക്കിയിട്ട് പറയണം. ഈ യാത്രയ്ക്ക് നമുക്ക് രണ്ടുണ്ട് കേട്ടോ കാര്യം. ഉണ്ണികളെ ഐ ഹോസ്പിറ്റലിൽ കാണിക്കുകയും ചെയ്യാം. പിന്നെ പിറന്നാളായതുകൊണ്ട് നമുക്കതെല്ലാം കൂടുകയും ചെയ്യാം കേട്ടോ. നാട്ടിൽ നിന്നാണെങ്കിൽ വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഈ പറഞ്ഞ പോലെ മേമ, അതേപോലെ തന്നെ എൻ്റെ വേറൊരു വലിയമ്മയ്ക്കൊക്കെ കുറച്ച് ഇതേപോലെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അവിടെ മാമന് ലീവ് കിട്ടാത്തതുകൊണ്ട് മാമനൊന്നും വരാൻ പറ്റില്ല. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് വേണ്ട, ഇതിന് വേണ്ടത് അത് 3 കുറേ ഉണ്ട്. ചേട്ടത് എത്ര ഇത് സൈക്കിള്? 50 രൂപ അതിന്. തൊട്ടപ്പുറത്ത് തന്നെ ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി അല്ല, ഇവർ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഡിവിഷൻ ഉണ്ടായിരുന്നു. ചിപ്സിൻ്റെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് ഉപ്പേരി വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ അയനൂസ് പോയിട്ടൊരു ജീരമിഠായി എടുത്തു. അപ്പോൾ അത് കണ്ട അല്ലൂസിന് അതേപോലെ തന്നെ വേണം. അതേപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും പാടാണ്. കാരണം പിന്നെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അടിപിടിക്കും. ചായ കുടിച്ച് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര ഓക്കെ ആയിട്ടാ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത്. പിള്ളേര് കുറച്ച് 2-3 വകை പൊറോട്ട കഴിച്ചിട്ടുണ്ട്. പിന്നെ ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദോശയും കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറുതായിട്ടൊന്നേ ഒരു സാധനം ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. ഒരാൾ അറിഞ്ഞിട്ടില്ല. കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഞങ്ങൾ മാറ്റി അങ്ങോട്ടേക്ക്. 2 പേർക്കും ഒരേപോലത്തെ വേണമെന്നുണ്ട്. ഭയങ്കര വാശിയായിരുന്നു. വാങ്ങിച്ചെടുത്തു. വേറെ നിർത്തില്ലല്ലോ. വേറെ പുളിമിട്ടായിട്ടുണ്ടായിരുന്നു അവരുടെ കുഞ്ഞു പാക്കറ്റ്. അതാകുമ്പോ ഞങ്ങൾക്ക് എന്തിനാന്ന് വെച്ച് വാങ്ങിച്ചത്. എവിടെ അവന് ഇതന്നെ വേണം, അതിന് വാങ്ങിച്ചത് തന്നെ വേണം. ശരി. പാലക്കാടൊക്കെ എത്തിയപ്പോഴേക്കും പാലക്കാട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പൊള്ളാച്ചിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് മഴ ചാറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴയായിരിക്കുമോ, കാരണം നമുക്കൊരു ടെൻഷനില്ല, ഇനിയും കുറച്ചും കൂടി ദൂരം പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇവിടെ ഈ ഒരു സൈഡിൽ എനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയില്ല, മറ്റേ വിൻഡ് മില്ല്, മറ്റേ കാറ്റാടി യന്ത്രം, അത് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് നല്ല മഞ്ഞിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര മൂടിക്കെട്ടലാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുകയാണ് ഓരോന്ന് തന്നെ കാണുന്നത്. ഇത് നമുക്ക് അകലെന്ന് കാണുമ്പോൾ ചെറുതെന്നല്ല, ഇത്ര വലുതാന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണത്തിൻ്റെ താഴെ എത്തി നിർത്തിയപ്പോൾ എന്തൊരു വലുതായിരുന്നു അറിയാം. അതിൻ്റെ ലീഫ് തന്നെ ഭയങ്കര വലുതാവും. അതായത് ഭയങ്കര വലുതാണ് നമ്മൾ വിചാരിക്കുന്നേക്കാളും. ഒരുപാടെണ്ണം കറങ്ങുന്നുണ്ട്, ഒരുപാടെണ്ണം കറങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വേറൊരു പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കാൻ പോയപ്പോൾ അതിന് തൊട്ടപ്പുറത്തായിട്ട് ചോളത്തിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ചോളം
ഉണ്ടാവണേന്ന്. ഞാൻ വിചാരിച്ച എൻ്റെ മുകളിലായിരിക്കും ഇങ്ങനെ പൊട്ടിച്ചെടുക്കാന്ന്. അപ്പോൾ ഞാൻ മുകളിലൊന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു ചോളം വളഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഇങ്ങനെ വെണ്ടക്കായ നിൽക്കണ പോലെ നിന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് സൈഡിലാണ് ചോളം ഉണ്ടാവാന്ന്. പിന്നെ ഈ സ്ഥലത്തൊക്കെ നിറച്ച് കൃഷിയായിട്ട് അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. നല്ല വലിയ ഇളനീരായിരുന്നു, പക്ഷെ വെള്ളം അത്ര മധുരം ഉണ്ടായിരുന്നില്ല, ഉള്ളിൽ കഴുമ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചീറ്റിപ്പോയി. ഞങ്ങൾ കഴുമ്പൊക്കെ തിന്നാന്ന് വിചാരിച്ചായിരുന്നു വലിയ നാളികേരം കണ്ടപ്പോഴും. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ ഒരു മറ്റേ കടലൊക്കെ വാങ്ങിച്ചു. അപ്പുറത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നു എണീറ്റിട്ടില്ല കേട്ടാ. ഞാൻ നന്നുനെ എണീപ്പിച്ച് കുറച്ച് കൊടുത്തു. പക്ഷെ ഇവർ ആർക്ക് നല്ല ഭക്ഷണ സാധനങ്ങളൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അവർ കുടിച്ചില്ല, വെറുതെ സ്ട്രോയിൽ വലിച്ചു നോക്കിയിട്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച മുതൽ ഇവർക്ക് തുപ്പിക്കളയെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കൊടുക്കാൻ നിന്നില്ല. അതിൻ്റെ കഴുമ്പോരണത്തിൽ കുറച്ച് കഴുമ്പുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം കുറച്ച് കഴിച്ചു. ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആയാലും പൊറോട്ടയിൽ കുറച്ച് കഴിച്ചു. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ദോശ വാങ്ങിച്ചതിൽ രണ്ട് മൂന്ന് പിടിയൊക്കെ കഴിച്ചുള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ദൂരം പോവാന്നുള്ളൊരു ഫീലില്ല. നല്ല റോഡായതുകൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റ് അങ്ങോട്ട് പോവാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലൊക്കെ വരാണെങ്കിൽ അത് ശരിക്കും ഒരു യാത്രയായിട്ട് തോന്നുന്നു. ഒരു ഫീല് വരും. നമുക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ട്രെയിൻ കാത്ത് നിൽക്കുക, ട്രെയിനിൽ കയറ്റുക, ട്രെയിനിൽ ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമല്ല. അതൊക്കെ ശരിക്കും ഒരു യാത്ര വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നും. ഇത് നമ്മൾ കാറിൽ കയറി ഇരിക്കുക, കുറച്ച് നേരം യാത്ര ചെയ്യാനിടയിൽ നമ്മൾ കുറച്ച് നിർത്തണ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ട്രിപ്പ്. ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ദൂരം എത്തിയത് അറിഞ്ഞില്ല. ഞങ്ങൾക്ക് വേറെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതായത് ഇരുന്നതിൻ്റെയോ കാർ ഓടിപ്പിച്ചതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നൈസായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡാണ് ഞങ്ങൾ നോൺ വെജ് ഹോട്ടലിൽ നോക്കി ഇപ്പം ഇതേ സമയം 3 മണി ആയിട്ടുണ്ട്. കാരണം ഇവർ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നോണേ കഴിക്കുള്ളൂ. അപ്പോൾ അത് നോക്കിയത് നമ്മളൊരു കണ്ടപ്പയോ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 3 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം വലിയ വണ്ടികളും സംഭവങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നും കണ്ടിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബിരിയാണി പറഞ്ഞു. അപ്പോൾ ബിരിയാണി കുറേ വെറൈറ്റീസൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇലയിലാണ് ബിരിയാണി വിളമ്പുന്നത്. പിന്നെ ബിരിയാണിയുടെ ഒക്കെ ക്വാണ്ടിറ്റി ഇതിൽ കാണുന്ന പോലെ അല്ല, കുറവാണ്. പിന്നെ അതുമാത്രമല്ല, ബിരിയാണിയിൽ ആകെ ഒരു പീസ് ചിക്കനുള്ളൂ. അത് എല്ലാ ബിരിയാണിയിലും ഒരേ സൈസ് ചിക്കൻ, അതായത് ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളത് പറയായിരുന്നു, നമ്മളൊക്കെ നാട്ടിൽ രണ്ട് പീസ് ചിക്കൻ എന്തായാലും ഉണ്ടാവും, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇത് അത്ര വലിയ ക്വാണ്ടിറ്റി ഇല്ല, ആവശ്യത്തിനുള്ളൂ. പിന്നെ ഈ ബിരിയാണിക്ക് കുറച്ച് കാരം കൂടുതലായിരുന്നു, അതായത് എരിവ് കൂടുതലായിരുന്നു. എനിക്ക് പേഴ്സണലിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു ബിരിയാണിക്ക് 240 രൂപയായിരുന്നു. ഞങ്ങൾ കണ്ണ് തള്ളിപ്പോയി. അതിനുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ ഫൈനലി നമ്മളിത് എത്തിയിട്ടുണ്ട്. നിവിൻകുട്ടനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫ്ലാറ്റിൻ്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വീട് കേട്ടോ. ഞാനിപ്പോൾ ഡബ്ബയും ആലോചിക്കായിരുന്നു, ഞാൻ ഇത്രയും ദൂരം വന്ന് എത്തുന്നൊരു ഫീലേൽ എനിക്ക്. നമ്മളിപ്പോൾ പിന്നെ അത്ര ടയേർഡും ആയില്ലല്ലോ. എന്തായാലും കാറിൽ വരലും ഒരു നൈസാണ്. കുറച്ചുകൂടി രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മളിവിടെ എത്തും. അറ്റ്ലീസ്റ്റ് ഒരു 6-7 അത്ര അവേഴ്സ് മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തി പോകുന്നതുകൊണ്ട് ഒരു 10 മണിക്കൂർ 9 മണിക്കൂറൊക്കെ വേണ്ടി വന്നു. നല്ലൊരു പ്രോ ആയി ನಾನು ಟೈಟ್ ಗ್ಯಾಪ್ లో ఒక കീവനെ നോക്കണം. ഓക്കേ, ഞങ്ങളൊരു 7 മണിക്ക് പുറപ്പെട്ടിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെ ഈ വാനിക്കുട്ടി എവിടെ ഉണ്ട്? വാനിക്കുട്ടിക്ക് ചെറുതായിട്ട് മൂക്കൊലിപ്പൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിനോ വേണ്ടിയിട്ട് ചിണിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇവിടെ ക്ലീനിങ് ആണ്. നാളെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം, മറ്റന്നാളാണ് ബർത്ത്ഡേ പരിപാടി ഉള്ളത്. നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവും. ഇവരെ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ചെക്കപ്പ് പറയുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടി പോയിട്ട് കാണിക്കണം. ഹായ് എത്തിയാ? ഒരാൾക്ക് പോള് അവിടെ കൊണ്ടുവച്ചിട്ട് കളിക്കാം. നിങ്ങൾ വണ്ടിയിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്? വണ്ടിയിൽ അതുകൊണ്ടൊന്നും എടുത്തിട്ടില്ല. ഒരാൾക്ക് ചേട്ടൻ പഠിക്കട്ടെ. അമ്മ ഒന്ന് വേറെ തരാം, വേറെ തരാം. അമ്മ വേറെ തരാം.
അല്ലോ പേടി എന്നോട് വന്നിട്ട് അനുവാദം ചോദിക്കുന്നു. അപ്പൊ കൈസ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചേച്ചി വളരെ രണ്ടുവിന്റെ പോലെ പെട്ടെന്ന് ഒഴുകും കണ്ണി. അപ്പൊ ഗൈസ് നമ്മള് അങ്ങനെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. അവിലോസ് പൊടിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്തായാലും പ്ലാൻ വെച്ചാൽ വേറെ ഒന്നുമില്ല. രാത്രി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. രാവിലെ നേരത്തെ പോകണം. രാവിലെ ഇതേപോലെ തന്നെ ഒരു 6:15 എണീറ്റിട്ട് ഒരു 6:45 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. മരവന്തേക്ക് പോകണം. ഇവിടുന്ന് ഒരു 3-4 hours ഉണ്ടെന്നാണ് നിരിച്ചേട്ടൻ പറഞ്ഞത്. ഒരു 3-3.5 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് നമ്മളിനി ഇവരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇവർ വഴിക്ക് വെച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നിർത്തുമ്പോൾ ഇനിയും സമയം പോകും. നല്ല റോഡാണ്, അതുകൊണ്ട് നമുക്ക് വേഗം എത്തുമെന്ന് വിചാരിക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇവിടെ നിറച്ച് കുഞ്ഞു കുരുവികളുണ്ട്. അപ്പം ഇവിടെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. കുറേ നാളെ ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുന്നേ വന്നപ്പോഴും ഈ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ട ഇവിടെ താഴ്ത്തിക്ക് വീണിട്ട് പൊട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഉരുണ്ട് വീണിട്ടാന്ന് തോന്നുന്നുണ്ട് പാവം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.